പാലക്കാട്ടെ വോട്ടെടുപ്പ് ദിനത്തിലും ചർച്ചയായി LDFിന്റെ വിവാദ പത്രപരസ്യം. പത്രത്തിൽ ആര് പരസ്യം തന്നാലും സ്വീകരിക്കുമെന്ന് സുന്നി EK വിഭാഗവും നിലപാട് പത്രം നിവൃത്തിയാൽ മനസ്സിലാകുമെന്ന് സുന്നി AP വിഭാഗവും വ്യക്തമാക്കി. പരസ്യത്തെ എതിർത്ത് പ്രതിപക്ഷ നേതാക്കളും ഇന്ന് രംഗത്തെത്തി. നടപടിയിൽ തെറ്റില്ല എന്നാണ് CPIന്റെ നിലപാട്. വോട്ടെടുപ്പ് തലേന്ന് നേതാക്കളുടെ വാക്പോരിനും വലിയ ചർച്ചയ്ക്കുമാണ് LDFിന്റെ പത്രപരസ്യം വഴിയൊരുക്കിയത്. മുഖപത്രമായ സുപ്രഭാതത്തിലെ പരസ്യവുമായി ബന്ധമില്ലെന്നായിരുന്നു സമസ്തയുടെ വിശദീകരണം. പത്രത്തിൽ ആര് പരസ്യം നൽകിയാലും സ്വീകരിക്കുമെന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വ്യക്തമാക്കി. പത്രത്തിൽ വേണ്ട പരസ്യത്തെ പറ്റി നിങ്ങൾക്ക് അറിഞ്ഞൂടെ? പത്രത്തിൽ ആര് പരസ്യം കൊടുത്താലും നമ്മൾ സ്വീകരിക്കുമല്ലോ. മുഖപത്രമായ സിറാജിൽ പരസ്യം വന്നതിൽ വ്യക്തത വരുത്തേണ്ടത് മാനേജ്മെന്റെന്ന് AP സുന്നി നേതാവ് ഡോക്ടർ AP അബ്ദുൽ ഹക്കീം അസ്ഹരി. ഞങ്ങളുടെ പത്രം നിവർത്തി വെച്ചാൽ ആളുകൾക്ക് മനസ്സിലാകും അങ്ങനെ പറയേണ്ടതുണ്ടോ. പരസ്യം കൊടുത്ത എല്ലാവരുടെയും പരസ്യം പത്രത്തിൽ വന്നിട്ടുണ്ടല്ലോ. പിന്നെ അതിൽ കണ്ടന്റിനെ കുറിച്ചും അതിന്റെ താല്പര്യത്തെക്കുറിച്ചും പരസ്യം കൊടുത്തവരാണ് പറയേണ്ടത്. BJPക്ക് വേണ്ടിയാണ് LDF പത്രപരസ്യമെന്ന ആരോപണം UDF ആവർത്തിക്കുന്നു. പരസ്യം നൽകിയവർക്ക് വേണ്ടിയായിരുന്നില്ലെന്ന് ഇപ്പോൾ തോന്നിക്കാണുമെന്ന് PK കുഞ്ഞാലിക്കുട്ടി. ഇടതുപക്ഷം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമെന്ന് നേതാക്കൾ. ന്യൂനപക്ഷ വോട്ട് കോൺഗ്രസിന് കുറഞ്ഞു കിട്ടിയാൽ BJP ജയിച്ചോളും, BJPക്ക് അത് ഗുണം ചെയ്യും എന്ന ഒറ്റ കണക്കുകൂട്ടലിലാണ് ആ പരസ്യം കൊടുത്തിരിക്കുന്നത്. അവിടെ BJPക്കാണ് ഗുണം ചെയ്യുക. അത് അറിയാത്തവരൊന്നുമല്ലല്ലോ ഇടതുപക്ഷക്കാർ. ഒരിക്കലും ഒരു ഇടതുപക്ഷ പ്രസ്ഥാനം ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് മാർക്സിസ്റ്റ് പാർട്ടി ഇന്നലെ പരസ്യത്തിലൂടെ ചെയ്തത്. പക്ഷേ നാളെയും ഇവിടെ മതസൗഹാർദ്ദം വേണ്ടേ കേരളത്തിൽ? അതിൻ്റെ കടക്കൽ കത്തിവയ്ക്കുന്ന പ്രസ്താവനയാണ് ഇടതുപക്ഷ മുന്നണി എന്നുള്ള പേരിൽ ഈ രണ്ട് പ്രമുഖ പത്രങ്ങളിൽ വന്ന വാർത്ത എന്ന് പറയുന്നത്. എന്നാൽ പരസ്യം നൽകിയതിൽ തെറ്റുപറ്റിയില്ല എന്ന നിലപാടിൽ തന്നെയാണ് CPIM. ഇത് സാങ്കേതിക പ്രശ്നമല്ലേ? ഇത് തെരഞ്ഞെടുപ്പിനെ ഒരു രൂപത്തിൽ ഹിറ്റ് ചെയ്യാൻ പോകുന്നില്ല. ആ പരസ്യത്തിന്റെ ഉള്ളടക്കം തെറ്റായിരുന്നോ? എന്നാൽ ഇന്ന് സന്ദീപ് വാര്യർ പറയണം. പരസ്യം തിരിച്ചടിയാകില്ലെന്ന് LDF സ്ഥാനാർത്ഥി ഡോക്ടർ P സരിൻ പറഞ്ഞു. പത്രപരസ്യത്തിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്ന് UDF വ്യക്തമാക്കിയിട്ടുണ്ട്. ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും പത്രപരസ്യം രാഷ്ട്രീയ ചർച്ചയാകുമെന്ന് ഉറപ്പ്. ന്യൂസ് ഡെസ്ക് 24.